മാധവൻ കാമരിയാം ശങ്കരൻ തന്നെ വൈദർഭനിൽ കാമൻ തന്നെയും ജനിപ്പിച്ചാൻ ഉത്തരമരുൾ ചെയ്തു. ശ്രീ സുഗന്ധൃവനോട് ചിത്തമോദേന നൃവൻ പിന്നെയും ചോദ്യം ചെയ്താൻ. ദേവദേവേശനായി കൈലാസാദ്രിവാസിയായി ലോകേ സൗഖ്യതനായിട്ടിരിക്കും ശങ്കരനെ തപസാമോദിപ്പിച്ചു. രുക്മിണി തന്നിൽ കാമദേവനെ പുത്രനായി പ്രദ്യുമ്ന നാമമായി വിഖ്യാത ഗുണഗണയുക്തനാം ആമോദ്ഭവം ഒക്കെയും കൈലാസാദ്രൂ ചെന്നിട്ടു ശങ്കരനെ കണ്ടതും മധുരിപു വന്ദിര ശങ്കരനെ കണ്ട് എന്തു ചെയ്തു തമ്മിലേ സംവാദവും എങ്ങനെയെന്നും എന്നെ നന്നായി കേൾപ്പിക്കണം. മമ ചിത്തം അതിനായി ഇച്ഛിക്കുന്നു. കേട്ടാലുമെങ്കിൽ ധ്രുവമാധവൻ ശയിക്കുമ്പോൾ ശ്രേഷ്ഠയാം രുക്മിണിയും പുത്രാർത്ഥം വരിച്ചതും കെട്ടിട്ടു പത്നിയുധം പ്രാതകാലത്ത് കൃഷ്ണബോധേന പുറപ്പെടുവാൻ ആരംഭിച്ചു. രോഹിണി സുദൻശിനി സാത്യകി കൃതവർമാവാം അവർ തമ്മേ ഉഗ്രസേനനെ ഉദ്ധവനെ താതനാം വസുദേവൻ ഇവരെ രാജ്യം രക്ഷിച്ച് ഏതുമേ ഇളകാതെ ഇരിപ്പാൻ നിയോഗിച്ചു. മറ്റുള്ള എതുക്കളോടൊന്നിച്ച് സഭയെങ്കിൽ ചുറ്റുമായി സിംഹാസനെ ഇരുന്നു. കമലാക്ഷൻ തന്നുടെ അഭീഷ്ടത്തെ സാധിപ്പാൻ വൃഷ്ണി അന്ധകർ എന്നിവர்களെ ഉറപ്പാലനമതിനായു കൽപ്പിച്ചിട്ട് അനുജ്ഞയും നൽകി. മാധവൻ താനും ഉൾപ്പൂവിൽ പക്ഷി തന്നെ ചിന്തിച്ചിതു. അതു നേരം പക്ഷി മുഖവൻ വന്ന് നമസ്കാരവും ചെയ്തു. കൃഷ്ണനോട് ഇനി അകം വേണ്ടത് ചൊല്ലുകയെന്നാൽ മല്ലാരിയ നേരം അരുളി ചെയ്തിടിനാൻ. കൈലാസേ ഗിരീശനെ കാണണം എനിക്കെന്നാൽ. അന്നേരം ഗരുഡനും കൈലാസേ പോവാനായി മെല്ലവേ അമർന്നു. തൻ കണ്ടേ മാധവൻ താനും ഇരുന്നു. വ്യോമാന്തികെ പറന്നു. വൈനതയിൽ വരയിൽ പോകും നേരം ദേവകൾ ഋഷികളും ഗന്ധർവ അപ്സര സിദ്ധധാരണ കിന്നരന്മാർ അമ്പരചാരി ജനമേവരും ഒരുമിച്ചു. വെൺകൊറ്റക്കുടതര വെഞ്ചാമരങ്ങളോട് പങ്കജനേത്രൻ തന്റെ ലീലകൾ പാടിക്കൊണ്ടു കീർത്തിച്ചും നമിക്കയും സ്തുതിച്ചും ദേവവാദ്യവാർത്തയെ വിട്ടു ഘോഷിച്ചങ്ങനെ പുഷ്പവർഷം മേൽക്കുമേൽ ചെയ്തു. സ്വർഗമാർഗേണ പൂജിതനായി ചൊൽക്കൊണ്ട് ബദരിയാഖ്യാശ്രമത്തെ പ്രാപിച്ചിരു. സായാഹ്നകാലേ അപ്പോൾ ബദരി പുണ്യസ്ഥലെ മേലിടും മുനികളും മാധവം ദൃഷ്ടുവാന്തിയെ പാദ്യാർഘ്യാദികളാലും വന്യഭോജനത്താലും ആദ്യന്തഹീനൻ തന്നെ പൂജിച്ചാർ. ഭക്തിയോ ഗരുഡൻ തന്റെ കണ്ഠേ നിന്നിറങ്ങിനാൽ കൃഷ്ണൻ പരമോവാൻ മുനിവർക്ക് ഒരുമിച്ച് ബദരിയാശ്രമത്തിങ്കിൽ ചെന്ന നേരം ആ ദിക്കെല്ലാം ദീപജാലുകൾ വിളങ്ങുന്നു. അന്നേരം മഹാവനെ നായാട്ടു ചെയ്തിടുവാൻ വന്നിരു. ഖണ്ഡാകർണരായ സകളോടും വന്നിതു. പല ദിശി നിന്ന് പൈശാചരേറ്റും ഘോരമാം ദംഷ്ടകളും നിന്നമാം നേത്രങ്ങളും ഘോരമാം ചമ്പിച്ച കേശാദികൾ ഹാഹാഹൂഹു പ്രഭൃതി ഘോരമാം രവത്തോടും ഭഗേതി സിംഹവ്യാഘ്ര സൂകരാരവ ഘോരം കാനനം തല്ലി തല്ലി തകർത്തും മഹാഭയം ശാക്കളും മഹാഘോരം വിമമാ ധ്വനിപൂരം വില്ലുകൾ പലവിധമായുധ ജാലത്തോടും എല്ലാരും ഒരുമിച്ചു
കാനന വിളക്കുന്നു ഹരിനാരായണ. അന്നേരം മുനികളും മൃഗലുബ്ധരാമൃതം ഈ മഹാഭയകർമ്മവും വേഷങ്ങളും കണ്ട് അതിഭീതരായിട്ട് അഗ്നിഹോത്രാദി കർമ്മം വേണ്ട എന്നൊഴിച്ച് അവരെല്ലാമേ കൃഷ്ണനോട് ബോധിപ്പിച്ച നേരം അവിടെയും നിന്ന് വന്നിടുന്ന ഒരു പൈശാചന്മാരെല്ലാരും നിശയിൽ കഠിനമായി കരഞ്ഞ് ശബ്ദിക്കുകയും വിഷ്ണു ഞാൻ വിഷ്ണു ശാരൻ ഹരൻ സുഗരി വിഷ്ണു ഞാനിക ത്രൈവിക്രമൻ സാക്ഷാൽ എത്രയും മഹാബലിയ ബദ്ധനായി ഋഷികേശനുമായി പുരുഷനായി നാരായണനായി സുരേശനായിരിക്കുന്നതുമേവം സുരേശനായിരിക്കുന്നതും അഹം അങ്ങോരോ തരം സ്മരിച്ചു ചൊല്ലിക്കളിച്ചിടുന്ന പിശാചന്മാർ സാക്ഷാൽ പുരുഷനായി ദേവവന്ദിതനായി മോക്ഷതനായിരിക്കും കൃഷ്ണനെ കണ്ടു കൂപ്പിക്കൊണ്ട് ഓരോ ധീരന്മാരെ കണ്ടുകൊണ്ട് കൊണ്ടല്ലേ മന്ദഹാസവും അല്പം ചെയ്താൽ ഓരോന്നേ സാധുക്കളെ നേരം മഹീതലേ വീണ് മേൽപോട്ട് ചാടി ശോധനം കുടിക്കുകയും മാംസഭക്ഷണം ചെയ്ത് കുടൽമാലകൾ കൊണ്ട് മൃത്യുകളായിരിക്കും. അവരെ കണ്ടിട്ട് മുനിജനം ആകന്ത കഷ്ടമെന്ന് ബന്ധിച്ചും ഓരോ പകാവാദികൾ അങ്ങോരത്തും ഗോവിന്ദനെ ആകന്ത അറിയാതെ പിന്നെയും വേഗം വേഗം പോകുന്നു. ഞാനെന്ന് പറഞ്ഞു മറ്റേതിനും പോകുവാൻ കുറഞ്ഞെന്ന് പാർക്കാൻ ഞാൻ ഇരിക്കുന്നു. അന്നേരം എന്നെ നമസ്കരിച്ചു. നീ എന്തിനായി നിരത്തിരിക്കുന്നു എന്ന് ചൊല്ലിനാൽ അന്യൻ ദേവദേവേശം കാണാൻ ദ്വാരകാപുരിക്കു നാം വേഗത്തിൽ പോകാം. ചെന്ന് പുണ്ടരീകാക്ഷം കണ്ട് ഘോരമാൻ ദുഷ്കർമ്മങ്ങൾ വേഗത്തിൽ കളഞ്ഞിട്ട് പാരാതെ കൃതകൃത്യയാകുന്ന നാം എന്നിങ്ങനെ ഓരോതരം പിശാചന്മാർ തൻ വാക്കുകേട്ടു. വാരിജേക്ഷണൻ ചിത്തവിസ്മയാൽ അരുൾ ചെയ്തു. ഹാഹാഹിഹി എന്ന് രണ്ടുപേരോടുമായി ആഹന്ത സർവം വിഷ്ണുമയമായി കണ്ടു നിങ്ങൾ ബ്രഹ്മസിദ്ധാന്തവാദി വരിരായി വികൃതരായി കൽമഷകൃതനായി നിങ്ങൾ ആരെന്നും പിന്നെ എന്തിനായിവിടത്തിൽ വന്നതെന്നതും നാമം എന്തെന്നും പറയണം എന്നരുൾ ചെയ്തു തരും. ഘോരരാം പിശാചന്മാർ ദേവദേവേശനോട് പാരാതെ ഉത്തരം തെറ്റുന്നത് കേൾക്കുന്ന ചോദിച്ചിടുന്ന നീ ഇന്നാരെന്നും പരമാർത്ഥം ബോധിപ്പൻ ഞങ്ങളോട് ചൊല്ലുക എന്നും കേട്ട നേരം ദേവകീശ്വരൻ വിശദാശ്വരനോട് ചെന്നാൽ ഇവர்களെല്ലാവരും ഋഷിമുങ്കവന്മാരെ ക്ഷത്രിയനാകുന്നു ഞാൻ യാദവ കുലജാതൻ സത്യധർമ്മത്തെ പാലിച്ചിടുക വ്യാപാരവും ദുഷ്ടനിഗ്രഹ ശിഷ്ടപാലന തൽപരൻ ദുഷ്ടനിഗ്രഹാർത്ഥമായി വന്നു ഞാനിവിടെയും ഇത്തരം വൃത്താന്തങ്ങൾ എന്നറിഞ്ഞാലും വ്യക്തമായി നിങ്ങളുടെ വൃത്താന്തം കേൾപ്പിക്കണം. ഇത്തരം കുന്നന്റെ വാക്കുകൾ കേട്ട നേരം സത്വരം പിശാചരം ദക്ഷിണമുഖന്മാരെ ഉത്തമ പുരുഷായ നാരായണായ നമഃ ഇത്തരം മന്ത്രം ചൊല്ലി നമസ്കാരവും ചെയ്തു. തങ്ങളുടെ വൃത്താന്തവും ചൊല്ലിനാർ. മമ നാമം മംഗലമൂർത്തി ഖണ്ഡനാകുന്നറിഞ്ഞാലും ധർമ്മജ്ഞനായി കൃഷ്ണശങ്കര പ്രിയനായി സർവഭൃത്യനായി വീഴുന്നൊരു വിശാചന്യൻ ദേവദേവേശനായി കൽമഷകരനായി കേവല സ്വരൂപനം രുദ്രൻ തന്നാജ്ഞയാലേ ലോകേശനായി ത്രൈലോക്യാധിപനായിക്കൊണ്ടു ദേവദേവേശനായി മൂർത്തിത്രയ വിഗ്രഹനായി ആനന്ദ സ്വരൂപനായി അദ്വയനായിരിക്കും ഏകനാം നാരായണനെ കുറിച്ച് ഇതുമൂലം തൊൽപ്രസാദാത്മനാരാമനിക്ക് പോകുന്നതും ഇപ്പോഴത്തെ ഇവിടേക്ക് വന്നതും അതുമൂലം വരകാപുരം ബുക്ക് കൃഷ്ണൻ കണ്ട് അതിശുദ്ധം വരുത്തികൾ ഞങ്ങൾക്ക് എന്നോർത്തിച്ചയാ തന്നെ ശങ്കരൻ തന്നെ ആജ്ഞയുണ്ട് അതിന് അതുമൂലം ശങ്ക എന്നെ പോയിടുന്നതു ഞങ്ങളെല്ലാം
ഇങ്ങനെ പറഞ്ഞവർ ഭക്തിവികൃതികൾ നന്നായി കളഞ്ഞിട്ട് ഗോവിന്ദൻ തന്നോടായി പോ എന്നുരച്ചപ്പോൾ മാധവൻ ഉത്സാഹിയാം ഭാവത്തെ പൂണ്ട നേരം പിശാചികളെല്ലാം പുഷ്പത്തെ ഭൂമി വർഷിച്ചിട്ട് ഭൂമിയിൽ നോക്കി താല്പര്യത്തോട് പത്മാസനസ്ഥനായിരുന്നു. ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ നിർത്തി യുക്തരായി തുല്യമാം സമാധിസ്ഥനായി കൊണ്ടു ചിത്തം നന്നായി വല്ലഭമുള്ള സമാധിയിലെ ലയിപ്പിച്ചു. മാധവൻ തന്നെ അന്വേഷിച്ച ചിത്തം കൊണ്ട് മാധവൻ ചിത്തെ കണ്ട നേത്രങ്ങൾ തുറന്നപ്പോൾ കേവലാനന്ദമൂർത്തി തന്നെ കണ്ടതു നേരം ശൈവഭക്തിയിൽ പറയുന്നത് ഹരിയായി ശോഭജനായി സകലമായി പരമാത്മാവായി മാധവം കണ്ടാരെന്നും പിന്നെ ഈ പിശാചകാരികളും പിശാചന്മാർ നന്നായി നൃത്ത ലാസ്യ അതും ചെയ്ത് സുഖമാകുന്നവണ്ണം സന്തുഷ്ടിയ ഭക്തിയോടും പിശാചകാരന്മാരും നമിച്ചു. വാസുദേവ ഭക്തി ആവന്ദിച്ചുകൊണ്ടു ചൊല്ലിനാർ അവർകളും ഹരേ